சத்தம் கேட்டோன்னா நான் என்ன செஞ்சேன், யானை தான் வந்துருச்சுன்னு நானும் இந்த அம்மாவும் பின்னாடி போயிட்டோம். போன கைக்கு யானைக்கு கீழே வெடி போட்டோன்னா ஃபாரஸ்ட் மரம் வந்துட்டாங்க. வந்தோடனே நான் சத்தம் வச்சேன், ஆனை வந்து வீடெல்லாம் உடைக்கிதுங்கன்னா ஃபாரஸ்ட் மரம் வந்துட்டாங்க. அந்த செகண்ட்ல எல்லாம் நிறைய ஒரு 5-6 வண்டி வந்துருச்சு. வந்து அப்புறம் எங்களுக்கு பாதுகாப்பு கொடுத்து நைட்டு விடிய தூக்கமே இல்லை, கொஞ்சம் கூடியும் தூங்கலை வேலை விட்டு வந்து. இப்போ நினைச்சாலே பயமாக தான் இருக்குது. நான் அழுகுன்னு 2 பேரும் உட்காந்து அழுகுறோம், நானும் அந்த அம்மாவும். വാതിൽ കുത്തി തുറന്നോളൂ. நாங்க அந்த பக்கம் போயிட்டோம், அவங்களுக்கு தட்டனால இங்க வந்துட்டோம். ഇതൊക്കെ എടുത്തോ, ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഉള്ളിലുള്ള തുണിയൊക്കെ എടുത്ത് നാസാക്കി. ഇവിടുത്തെ ജനലാട്ടെ കാണുന്ന ജനലൊക്കെ പൊട്ടി. நாங்க பாருங்க இப்படித்தான் எங்க வீடு இருக்குது. இப்படி முன்னாடியும் யானை வரும், பின்னாடியும் அந்த யானை வரும். சென்ட்ரல்ல தான் எங்க வீடு இருக்குது. இது வரைக்கும் வந்த ஆனை எதுவுமே செய்யல. ஆனா இந்த ஆனை தான் ரொம்ப குழப்பம் பண்ணுது. இந்த பாருங்க வாங்க, உள்ள போயிருச்சு. இந்த ரூமுள்ள போயிட்டு நெளிச்சு இது உள்ள போயிருச்சுங்க. கூட போய் உள்ள போய் எல்லாம் நெளிச்சு சாயம் போட்டாலாம் நொறுக்கி. இந்த அப்புறம் சாயம் போட்டாலாம் அங்க வச்சிருக்கோம். எண்ணெய் எடுத்து குடிச்சு எண்ணெய் ஃபுல்லா குடிச்சு வெளியே வீசிருச்சு. அது எல்லாமே பார்த்தாங்க நேத்து. அதுக்கப்புறம் இங்க உள்ள இல்ல, இந்த இடத்துல வந்து இந்த மண்ணை அடிச்சு இந்த பாருங்க அப்படி இடிச்சிட்டு வெளியே போயிடுச்சு. இந்த டோரை காட்டி இதை அப்படி தள்ளிடுச்சு நாங்க அடிச்சிருந்ததெல்லாம். നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ ചേരങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചേരങ്കോട് നിന്ന് തന്നെ നമ്മളൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. ഈ ഒരു പ്രദേശത്ത് ബുള്ളറ്റ് എന്ന് പേരുള്ള ഒരു കാട്ടാന കുറച്ച് നാളുകളായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആന കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കുകയാണ്. ഈ ആനയ്ക്ക് ഇങ്ങനെ ഒരു പേരിട്ടേക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ സ്പീഡ് കൊണ്ടാണ്. പിന്നെ അധികം വലുപ്പമുള്ള ഒരു ആനയൊന്നുമില്ല. പക്ഷേ ഈ ആനയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അരിക്കൊമ്പൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പരിപാടിയാണ് ഇവിടെ ഈ ബുള്ളറ്റ് ആന ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകൾ കുത്തി തുരക്കുക, വീടുകൾ കുത്തി പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് തിന്നുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ ആന. മാത്രമല്ല ആളുകളെ ആക്രമിച്ച ചരിത്രമുണ്ട്, ഒരാളെ കൊന്ന ചരിത്രമുണ്ട്. 2 മാസങ്ങൾക്ക് മുന്നേ ഒരാളെ ഈ പ്രദേശത്ത് തന്നെ കൊന്നിരുന്നു. ഏതായാലും ആനയുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും, അതായത് 2 മാസം മുന്നേ ഈ ആനേനെ തുരത്താനായിട്ട് കുമ്മിക്കാനകളെ കൊണ്ടുവന്നിരുന്നു. അന്നും നമ്മൾ അത് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. വീണ്ടും കുമ്മിക്കാനകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടതാണ്. ബൊമ്മൻ എന്നു പേരുള്ള ഒരു കുമ്മിക്കാനനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ചെറിയ കുറച്ച് വിഷ്വൽസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഏതായാലും ആനകളെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആന ഉള്ള സ്ഥലമൊക്കെ ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആന ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ, അതായത് മിനിഞ്ഞാന്നാണ് ഞാൻ ആ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്. ഇന്നലെ വീണ്ടും ആ ആന ഇവിടുന്ന് തൊട്ട് അടുത്തുള്ള ഏലിയാസ് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ വീടുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ അത് ഹംസ എന്ന് പറഞ്ഞ ആ ഒരു ആൾ, ഇവിടെയുള്ള ആ ഒരു ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞിരുന്നു ഇന്ന് രാത്രിയും ആന വരുന്നു. അതേപോലെ തന്നെ ആന വീണ്ടും വന്നിരുന്നു. അതിപ്പോൾ അത് തുടർച്ചയായിട്ട് വീടുകൾ കുത്തി തുറക്കും കേട്ടോ. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ പ്രദേശത്താണുള്ളത്. നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒരു തോട്ടം തൊഴിലാളിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കാം. അതിന് ശേഷം നമുക്ക് ഈ പ്രദേശവും ഈ കുമ്മിക്കാനകളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് ആന കഴിഞ്ഞ ദിവസം നടത്തിയ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പോവുകയാണ് കേട്ടോ. நீங்கள் இங்கே வேலை பண்ணுறீங்க? நாங்கள் இங்கே தான் வேலை செய்கிறோம். யானை நிறைய இருக்குது. அப்போ போன வாரம் நாங்கள் இருக்கிற இடமெல்லாம் யானை நிறைய வீடுங்க தான் உடச்சிருச்சு. அந்த படச்சேரி படச்சேரி வீடு உடச்சிருச்சு. அப்புறம் பின்ன அந்த பாருங்க இந்த ஏரியா நர்சேடி அங்கே எல்லாம் வீடு உடச்சிருச்சு. ஆனா ஒரே லைன்ஸில் 5 வீடு. அப்புறம் தொடர்ந்து மேலே 1வது ரேஞ்சு நம்பர் 1ல் வீடு அன்னைக்கு ஒரே லைன்ஸில் வீடு உடச்சிருச்சு. வீட்டில் இருந்துட்டு வேலைக்கு போகல. எல்லாமே அன்னைக்கெல்லாம் ரிப்போர்ட் பண்ணிட்டு எல்லாம் வீட்டில் இருந்தாங்க. வேலை செஞ்சவங்களும் வேலைக்கு போகலை.
அன்றைக்கி எல்லாமே போராட்டம். ஒரு வாரமாக வீடை உடச்சிக்கிட்டே இருக்குது. இந்த 2 நாளாக தான் வீடை உடைக்கல. ஒரே ஆனை தானே? அந்த ஒரே ஆனை தான். புல்லட் ஆனை தான் உடைக்குதுன்னு சொல்கிறாங்க. சின்ன ஆனை தான் இருக்குது. ஆனால் எங்கே ஓடுது எவ்வளோ சீக்கிரம் போகுதுன்னு தெரியல. ரொம்ப ஸ்பீடு தான். அவ்வளோ ஸ்பீடு. எந்த பக்கம் போகுதுன்னு தெரியல. அவ்வளோ பேர் அந்த யானையை பிடிக்கவே முடியல. பயங்கர ஸ்பீடில் புல்லட்டு தான். ஆனால் கேரளா போயிடுச்சுன்னு சொன்னாங்க. நேற்றுக்கு முத நாள் வந்து உடச்சிருச்சு வீடு. 5 வீடு உடச்சிருச்சு. ஆனால் அந்த யானை போகவே இல்லை. இங்கே தான் இருக்குது. எலியாஸ் கடைன்னு சொல்கிறாங்க பாருங்க. அந்த பள்ளம் தான் அந்த யானை இருக்குது. நேற்றுக்கு வந்துருச்சான். நேற்று வந்து வெடி போட்டு ஃபாரஸ்ட்டுங்கெல்லாம் விரட்டுனாங்க. போகிறதே இல்லை. அப்புறம் என்ன பண்ணாங்கன்னா இந்த வேப்பெண்ணெய் மிளகா பொடி எல்லாம் கலந்துட்டு ஒரு துணியில் அப்படியே போட்டுட்டு அப்படியே எல்லா வீட்டுக்கும் போட்டுட்டு போகிறாங்க. அந்த ஸ்மெல்லுக்கு யானை வராது. எல்லா வீட்லையும் போட்டிருக்காங்க வராது அப்படின்னு. ஆனால் அதெல்லாம் போட்டாலும் அந்த யானை வருது. வேலை இந்த பக்கத்தை வேலை செய்கிறாங்க. ஆனால் இங்கே வேலை செஞ்சாலும் காட்டு அணை கீழே நிற்கும். நாங்கள் வேலை யாராச்சும் பார்ப்பாங்க. பார்த்துக்கிட்டு நாங்கள் வேலை செய்கிறோம். நாங்கள் பாருங்கள் இப்படித்தான் எங்கள் வீடு இருக்குது. இப்படி முன்னாடியும் யானை வரும், பின்னாடியும் அந்த யானை வரும். சென்ட்ரலில் தான் எங்கள் வீடு இருக்குது. இது வரைக்கும் வந்த ஆனை எதுவுமே செய்யலை. ஆனால் இந்த ஆனை தான் ரொம்ப குழப்பம் பண்ணுது. எத்தனை வருஷமா நீங்கள் இங்கே? நாங்கள் இங்கே தான் இருக்கோம். இங்கே வேலை எஸ்டேட்லேயே வேலைக்கு 30 வருஷம் ஆச்சு இங்கே வேலை செஞ்சு. அந்த அளவுக்கு இந்த யானை பண்ணுது. இந்த யானைக்காரவங்க வர்றாங்க, கொஞ்ச நாள் இருக்கிறாங்க, 10 நாள் இருக்கிறாங்க, அப்புறம் அவங்க போயிடுறாங்க. யானையை பிடிக்கிற மாட்டேங்கிறாங்க. கொண்டாந்துட்டு இங்கே வச்சுட்டு போயிடுறாங்க. பிடிக்கிறது இல்லை. இதுக்கு முன்னாடி இந்த மாதிரி ஒரு மாதத்துக்கு முன்னாடி இந்த மாதிரியே தான் பண்ணிகிட்டு இருக்காங்க. அப்போ நாங்கள் என்ன பண்ணுறது? அதனால போராட்டம் தான். வியாழக்கிழமையெல்லாம் நாளைக்கும் மற்ற நாள் வந்து போராட்டம்னு சொல்லியிருக்காங்க யானைக்கு. அந்த யானையை பிடிக்கணும், இல்லைன்னா ஏதாச்சும் ஒரு போராட்டம். இந்த மாதிரி ஸ்கூல் இந்த ரூட்ல தான் போகும். இங்கே தான் ஆனை அதிகம். அப்போ பிள்ளைங்க எல்லாம் இங்கே தான் ஸ்கூல் போகணும். நாங்கள் அந்த வழியில தான் வேலைக்கு வரணும், போகணும். அப்போ நாங்கள் அப்படி இருக்கிற நேரம் அப்போ இந்த மாதிரி யானை பண்ணால் புலியெல்லாம் இருக்கு. ஆனால் இது வரைக்கும் புலியை பற்றி நாங்கள் தெரியலை. ஆனை பிரச்சனை தான் அதிகம். ஆனை தான் அதிகமான அந்த மாதிரி இருக்குது. இங்கே நாங்கள் வேலை செய்கிறதே, இங்கே நாங்கள் வேலைக்கு போய் தான் நாங்கள் சாப்பிட்றது, பிள்ளைங்களை படிக்க வைக்கிறது எல்லாமே இதுதான். ஆனால் இந்த யானையை மட்டும் எங்களுக்கு பிடிச்சிட்டா பிரச்சனையே இல்லை. இந்த யானை தான் கொலை. വസന്തി. ഇപ്പോൾ വസന്തി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതാണ് സംഭവം. ഇവിടെ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന ആന. നമ്മൾ ഇപ്പോൾ 2 മാസമായിട്ട് ഈ ആനേനെക്കുറിച്ച് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ശ്രീനിവാസൻ ബൊമ്മൻ എന്ന് പേരുള്ള കുമിക്കിയാനയാണ് ആ കാണുന്നത്. അപ്പോൾ ഇതുപോലെ 2 ആനകൾ ഇവിടെയുണ്ട്. ഈ ആന കഴിഞ്ഞ ദിവസം കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിലും ഒരു ആനയുണ്ട്, ആ ഭാഗത്തുണ്ട്. ഏതായാലും കുമിക്കാനകളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ തുരത്തുന്ന രംഗങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു ഉച്ചകഴിഞ്ഞ് 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ആന ഇവിടെ വളരെ കൂളായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയല്ലാതെ നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെ താമസിക്കുന്ന സ്കൂൾ പിള്ളേരൊക്കെ, അതുപോലെ തന്നെ ഇവരൊക്കെ ജോലിക്ക് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ കാട്ടാനകൾ നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആനയുടെ പേരിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുള്ളറ്റിൻ്റെ സ്പീഡിൽ, ഭയങ്കര സ്പീഡിൽ ഇത് ഓടും. വലിയ വലിപ്പമുള്ള ആനയൊന്നുമല്ല, പക്ഷേ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ടാണ് ഈ ആന ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഭയങ്കര ഉപദ്രവകാരിയാണ് ഈ ആന. ഈ അടുത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു 80 വീട് ഉടച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിലൊരു 10-15 വീടെങ്കിലും നമ്മൾ നേരിട്ട് പോയി കണ്ടു. എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റിയില്ല. അതിന് ശേഷം അന്ന് ഞാൻ പോയതിന് പിറ്റേ ദിവസവും ആന ഇറങ്ങി കുറേ വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ഏതായാലും കുമിക്കാനകൾ നിൽക്കുന്ന ഒരു കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏലിയാസ്കട എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇത്ര നേരം അന്വേഷിച്ച് വന്ന ആ ഒരു പ്രദേശം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മൊട്ടകുന്നൊക്കെ കാണാം. ഇവിടെ ഒരു വൈകിട്ട് സമയമായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആന കേട്ടോ. ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് കുറേ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ നമുക്കിവിടെ കാണാം.
ഇതിലൊക്കെ ആനകൾ സ്ഥിരം വിഹരിക്കുന്നൊരു പ്രദേശം കേട്ടോ. ഞാനിപ്പോൾ ഈ പോകുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ റോട്ടിൽ കൂടെ, അങ്ങനത്തെ ഒരു വഴി. ഇത് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്, കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ തേയിലത്തോട്ടമാണ്. ഫോറസ്റ്റൊക്കെ അങ്ങ് ദൂരെ മാറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫോറസ്റ്റുകളൊക്കെ ഉള്ളൂ, പക്ഷേ എല്ലാം തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ടുള്ള ആനച്ചൂരൊക്കെ നമുക്കിവിടെ അടിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് ഈ ഇവിടെയുള്ള വീടുകളൊക്കെ കുറേ തകർത്ത് ആ ഒരു പ്രദേശം ഇതാണ്. നമ്മളേതായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ആന ഈ കാണുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു മൊട്ടക്കുന്ന് കാണാം. ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു ഏരിയയിൽ ഈ താഴെ ഭാഗത്തുള്ളൊരു ചെറിയ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് ആനയുണ്ട്. വാച്ചർമാർ ഈ ഒരു പ്രദേശത്ത് ഇവിടെയായിട്ട് വാച്ചർമാരും ഉണ്ട്. ആനയെ നിരീക്ഷിച്ച് നിൽക്കുവാണ്. ഏതായാലും ആന അവിടെ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ പല ആൾക്കാരും ചോദിച്ചപ്പോഴും ഇതിനെ പിടിക്കാനായിട്ടുള്ള ഉത്തരവ് ഇതുവരെ ആയിട്ടില്ലെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെ പിടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റിയല്ല. നമുക്ക് ഏതായാലും ഈ താഴെയുള്ള വീടുകളിലേക്ക് പോയിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ ഇതുപോലെ കുറേ ആന ചവിട്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ മരിക്കുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ സമരത്തിൽ ഇറങ്ങുവാണ്. സമരത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഗവൺമെൻറ് എന്താക്കണമെന്ന് വെച്ചാൽ ഫോറസ്റ്റ് പിന്നെ ഇങ്ങനത്തെ ഗുംകികൾ കൊടുത്തിട്ട് ആണിനെ വിരട്ടുന്ന പോലെ ഇത് കാണിക്കുകയാണ്. ഈ ആണിനെ വിരട്ടുന്ന പോലെ കാണിക്കുമ്പോൾ ഈ ഗുംക്കിയാണ വെള്ളമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇറക്കമായുള്ള സ്ഥലത്തോ കയറ്റം കയറുമ്പോൾ കയറില്ല. അപ്പോൾ അതായത് ആൾക്കാരെ ശല്യപ്പെടുത്തുന്നതാണ് കാട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആ ആണനെ തുരത്താൻ ഈ ഗുംക്കിയാണ പോകുമ്പോൾ അതിനുള്ള ഇറക്കം വയ്യൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോവില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാലം ഇതേപോലെ നിന്നിട്ട് പിന്നെ ഇവരെന്താക്കും, ഈ ഗുംക്കിയാണനെ എവിടെ നിന്ന് കൊടുന്നോ അവിടെ തന്നെ കൊണ്ടാക്കും. ഈ ആൾക്കാരെ കൊള്ളുന്ന ആന രണ്ടാമത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഇതുപോലെ കുറേ ശല്യങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ചേരമ്പാടി ചുങ്കം ഭാഗത്ത് കുഞ്ഞുമൊയ്തി എന്ന് പറയുന്ന ഒരാളിനെ ഈ ആന ചവിട്ടി കൊന്നു. ആ സമയത്ത് ഇവരെന്താക്കി, ഇതേപോലെ ഗുംക്കികളെ കൊടുന്നു. ഇതേപോലെ കുറച്ച് ദിവസം ഇവിടെ നിർത്തി. പിന്നെ ഇതേപോലെ കുറച്ച് ആൾക്കാരെ പറ്റിക്കുന്ന പോലെ പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ രണ്ടാമത് കൊണ്ടുപോയി. ഇനി രണ്ടാമത് ആനയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും ഈ വീടുകളൊക്കെ പൊട്ടിക്കുന്നു. ഇപ്പോൾ പാർശ്വക്കാർ ചോദിക്കുമ്പോൾ പറയാണ് അരിയൊക്കെ വീട്ടിൽ മുമ്പിൽ വെക്കണ്ട, അരിയൊക്കെ കൊണ്ടുപോയി എവിടെ കൊണ്ട് ഈ അരിയൊക്കെ വെക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇത് ഇപ്പോൾ അരിയൊക്കെ വന്നിട്ട് വീടൊക്കെ പൊട്ടിച്ചിട്ട് അരിയെടുക്കുന്ന ഈ ആന എന്തായാലും ഒരു ദിവസം എല്ലാം പൊട്ടിച്ച് ആൾക്കാരെ ചവിട്ടി കൊള്ളാനുള്ള 100% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റും വനവകുപ്പും എന്താക്കണമെന്ന് വെച്ചാൽ ഈ ആനനെ വിരട്ടുന്ന കാട്ടിലും ഡോക്ടർ കൊടുത്തിട്ട് ഗവൺമെൻറ് ഓർഡർ വാങ്ങിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഈ ആനനെ കൊണ്ടുപോയി മുതുമലയിൽ ഉള്ള ഈ ആനൻ്റെ കാപ്പകത്തിൽ കൊണ്ടുപോയി ഈ ആനനെ പരാമരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ 100% ഇവിടുത്തെ ആൾക്കാരെ ഈ ആന കൊള്ളുന്നതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഞങ്ങൾ. ഇത് തുടർച്ചയായി ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഈ ജനങ്ങൾ മൊത്തം ഒന്നിറങ്ങി ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഗവൺമെൻറ്റും വനത്തിനെയും വെരിപ്പിക്കരുതെന്ന് ഇതുകൊണ്ട് ഈ വീഡിയോ മൂലം ഞങ്ങൾ അറിയിക്കുകയാണ്.
ഇപ്പം നമ്മൾ നേരെ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ പകർത്തിയത് ഇതാ ഈ ഒരു പ്രദേശത്ത് നിന്നിട്ടാണ്. അവിടുന്ന് നിങ്ങൾക്ക് കാണാം ഇതിലിങ്ങനെ പോയി ഇതിലിങ്ങനെ കറങ്ങി വന്ന് പോലെ ഇങ്ങനെ കറങ്ങി വന്ന് ഇതിലെ കുറേ വഴി കൂടെയൊക്കെ താണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തെത്തിയത്. ഇവിടെയൊക്കെ മുകളിൽ നിന്ന് കണ്ട ആ വീടുകളാണിത്. ഏതായാലും ആന കയറി ആ ഒരു വീടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള വീടുകളിലാണ് ആന കയറിയത് കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇഷ്ടംപോലെ ആനപ്പിണ്ടം കാണുന്നുണ്ടായിരുന്നു. കാരണം ആന ഇവിടെ സ്ഥിരമായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രദേശത്താണ് ആന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയത്. 5 വീട് ഇവിടെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കേട്ടോ. എന്നാ വന്നേ? இன்னைக்கு 20 நைட்டு 24 23 22 21ஆம் தேதி நைட்டு 21 நைட்டு யானை வந்து 2 ദിവസം അല്ലേ? 2 ദിവസം 11:20 யானை வந்தது. யானை வந்து இந்த இது டோரை உடைச்சது, சாமி ரூம்ல எல்லாம் உடைச்சிருச்சு. இந்த அந்த சாமி ரூமில் உள்ளதெல்லாம் இழுத்து போட்டு உடச்சி ஒரு ஆள் தான் இருந்தது. அதில் உள்ள இதெல்லாம் உடச்சி டோர் இதெல்லாம் நாசம் பண்ணி அவங்கள்ட்ட பொருள்லாம் வச்சது கொஞ்சம் நாசம் ஆயிடுச்சு. துணி எல்லாருமே துணியெல்லாம் நாசாச்சு. எல்லாம் பண்ணிட்டு இதுக்குள்ளே ஏறிடுச்சா? இது உடைச்சிருச்சு. இதெல்லாம் நேரத்துக்கு சரி பண்ணாங்க. நேற்று அடிச்சு கொடுத்தாங்க. டேண்டில் அடிச்சு கொடுத்தாங்க. சரியா 11:20க்கு வந்துச்சுங்க ஆனை. நான் சொல்கிறேன் இது போட்டு இதெல்லாம் உடச்சி உள்ளே போயிடுச்சு ஆனை. அந்த தவறு நீங்களே முதல்ல நீங்கள் ഇതിൻ്റെ ഉള്ളിൽ കയറി அக்கா இவர் குத்தும் இது நம்ம வீட்டுக்கு அப்பா மேலே சொல்லு. 11:20க்கு வந்துச்சுங்க தம்பி. வந்த கைக்கு அந்த நான் 3 வீடை உடைச்சிட்டு லாஸ்ட்டாக தான் எங்கள் வீட்டுக்கு வந்துச்சு. எங்கள் வீட்டில் இந்த சாமி ரூமில் உள்ள போட்டாக்கிட்ட எல்லாம் உடச்சி வீதி தட்டெல்லாம் நெளிச்சு எல்லாம் தூக்கி வீசி இந்த கதவெல்லாம் தனியாக கழட்டிருச்சு. கழட்டிட்டு இந்த இதை உடச்சி உள்ளே போயிட்டு எண்ணெயெல்லாம் எடுத்து குடிச்சிட்டு சாமிக்கு வச்சு வெளிச்செண்ணெய் எல்லாம் குடிச்சு தண்ணி வச்சிருந்து சாமிக்கு வச்சதெல்லாம் தூக்கி அங்கே வீசி இந்த டோரை எத்திட்டு வந்திருக்கு. இந்த டோர்ல ஒரு லேசா இந்த டோரெல்லாம் கட்டிச்சு. இந்த பாருங்க உடஞ்செல்லாம் அப்படி இருக்கு. இதெல்லாம் உள்ள போயிருச்சு. இது நேற்று டேண்டில இதை அடிச்சு கொடுத்துருக்காங்க. மற்ற பொருளுக்கெல்லாம் ஒண்ணுமே முடிவில்லை. எங்களுக்கு ஒரு 1000 ரூபாய் டிபார்ட்மெண்டோ கவர்மெண்டோ யாருமே கொடுக்க கிடையாது. உதவியும் பண்ணல. நான் ஓடி போயிட்டு பாருங்க இடிச்சுக்கிட்டு காலில் ஒரு கல்லும் விழுந்துருச்சுங்க. காலில் இந்த பாருங்க வாங்க உள்ள போயிருச்சு. இந்த ரூம்ல போயிட்டு நெளிச்சு இது உள்ள போயிருச்சுங்க. உள்ள போய் எல்லாம் நெளிச்சு சாயம் போட்டாலாம் நொறுக்கி இந்த அப்புறம் சாயம் போட்டாலாம் அங்கே வச்சிருக்கோம். எண்ணெய் எடுத்து குடிச்சு எண்ணெய் ஃபுல்லாக குடிச்சு வெளியே வீசிடுச்சு. அது எல்லாமே பார்த்தாங்க நேற்று. அதுக்கப்புறம் இங்கே உள்ள இந்த இடத்துல இந்த மண்ணை அடிச்சு இந்த பாருங்க அப்படி இடிச்சிட்டு வெளியே போயிடுச்சு. இந்த டோரை காட்டி இதை அப்படி தள்ளிடுச்சு. நாங்கள் அடிச்சிருந்ததெல்லாம் அந்த டைம் நீங்க உள்ளதான் இருந்தேன் நான். நீங்க தனியா தான் இருந்த? ஒரு தள்ளையும் ஒரு அம்மாவும் நானும் இருந்தேன். நானும் அவங்களும் இருந்துட்டு என்ன பண்ண முடியும் சொல்லுங்க. அவர் நடக்காம எனக்கு இல்லைனாலே நரம்பு பிரச்சனை, காலு, எனக்கு இடுப்பு, நான் ரொம்ப முடியாம இருந்து இப்பதான் வேலைக்கும் போறேன். அப்புறம் நான் போயிட்டு உளுந்து பின்னாடி போய் உளுந்து இவ்வளவு பெரிய கல்லு, அந்த கல்லு கூட அப்படியே கிடக்கு. அந்த கல்லு காலில் உளுந்து கீழே போயிருச்சு. அப்ப நமக்கு தெரிஞ்சவன அங்க வந்து ஃபாரஸ்ட் மாதிரி வந்து കുറേ ദൂരം ഉണ്ടല്ലോ അല്ലേ അങ്ങോട്ട് വരാൻ? வரான் பറ്റില്ല. சல்லி உண்டு. அப்ப நம்ம உடனே அவர் ஃபாரஸ்ட்டுக்கு ரிப்போர்ட் பண்ணியாச்சு. ஃபாரஸ்ட்காரங்க உடனே வந்து ஆனா உடைச்ச கைக்கு நான் என்ன பண்ணிட்டேன்னா அந்த பின்னாடி போய் நின்றுட்டு ஒரே அழுந்துகிட்டே நின்றுட்டு உள்ள போய் செவத்து குடி வாங்கிட்டல അതുകൊണ്ട് ഒരുത്ത ഉണ്ടായിരുന്നു. പിന്നെ யானைப்புறத்து போய் பார்சகாரக்க வந்து வரைச்சிட்டு அங்கே யானை. உங்க வீட்டுல கண்ணாடி எல்லாம் உடைச்சு உள்ள போகுது. 2 டோரை உடைங்க. நேற்று கண்டோ? நேரில் பார்த்துட்டியா? அவ்வளோ பெருசா ஆனையில வந்த கைக்கு எந்த செடியை எதுவுமே உடைக்க கிடையாது. அந்த யானை 11:20க்கு வந்துச்சு. 11 இருங்க அவங்க சொல்லணும்ல விவரத்தை, சும்மா உடம்ப கூடாது. 11:20க்கு வந்துட்டு உங்க வீட்டை ஃபர்ஸ்ட் வீடை உடைச்சி 2வது வீடு உங்க வீடு உடைக்கும் போது சரியான சவுண்டு உள்ள போயிருச்சு. உங்க இந்த ரூம் உள்ளுக்கு போயிருச்சு. அவங்க வீட்டுக்கு போயிட்டு இந்த டிவி எல்லாம் தள்ளி விட்டு உங்க வீட்டுல சத்தம் கேட்டோன்னா நான் என்ன செஞ்சேன், யானை தான் வந்துருச்சுன்னு நானும் இந்த அம்மாவும் பின்னாடி போயிட்டோம்.
போன கைக்கு யானைக்கு கீழே வெடி போட்டோன்னா ஃபாரஸ்ட் மரம் வந்துட்டாங்க. வந்தோடனே நான் சத்தம் வச்சேன், ஆனை வந்து வீடெல்லாம் உடைக்கிதுங்கன்னா ஃபாரஸ்ட் மரம் வந்துட்டாங்க. அந்த செகண்ட்ல எல்லாம் நிறையா ஒரு 5-6 வண்டி வந்துருச்சு. வந்து அப்புறம் எங்களுக்கு பாதுகாப்பு கொடுத்து நைட்டு விடிய தூக்கமே இல்லை, கொஞ்சம் கூடியும் தூங்கலை. வேலை விட்டு வந்து இப்போ நினச்சாலே பயமாக தான் இருக்குது. நான் அழுகுன்னு 2 பேரும் உட்காந்து அழுகுறோம், நானும் அந்த அம்மாவும். சொல்லுங்கள், இன்ன எந்த உதவியும் எங்களுக்கு ஒரு 10 ரூபா உதவி பண்ணலை போல நடந்து. ഇതാട്ടോ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ആ ചേച്ചി പറയുമ്പോൾ തന്നെ അവർക്ക് വിഷമം വരുന്നുണ്ട്. കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ കയറി പൂജാമുറിയിലിരുന്ന എണ്ണയൊക്കെ എടുത്ത് കുടിച്ച് ഉള്ളിലത്തെ വാലും തള്ളി പൊളിച്ച് ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങിയ സമയത്തേക്ക് ഫോറസ്റ്റുകാർ വന്നു. അതിന് മുന്നേ ഇപ്പുറത്തുള്ള ഒരു 3 വീടുകളിൽ കയറിയതിന് എല്ലാ വീട്ടിലും കയറി அந்த ஃபர்ஸ்ட் வீட்டு ஆரம்பிச்சு இந்த ലാസ്റ്റ് എൻ്റെ ദൈവമേ, ആ ആദ്യത്തെ വീട്ട് മുതൽ ഇവിടെ വരെയുള്ള എല്ലാ വീട്ടിലും ഈ ആന കയറിയിരുന്നു. അപ്പോൾ ഇതെന്തൊരു സ്വഭാവമുള്ള ആനയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഭയങ്കര സൈക്കോ ആയിട്ടുള്ള ആന കേട്ടോ. ഇത് ഒരിക്കലും ഇതിനെ പിടിക്കാതെ ഒരു രക്ഷയില്ല അല്ലേ? പിടിക്കാണ്ട് கவர்மெண்ட் வந்து உத்தரவு கொடுக்க மாட்டேங்குது. ஆளுங்களை கொண்டாலும் பரவாயில்ல, கவர்மெண்ட் வந்து யானைக்கு பாதுகாப்பு கொடுக்குறாங்க. ஆளுங்க போனா போராட்டமும் பண்ணக்கூடாது. நாங்க வெளியே துரத்தி விடணும், அவங்க தான். அவ்வளவுதான். ஆனா வந்து ஆளுங்களை கொண்டுட்டா போதும். வந்து நிர்வாகம் வந்து எந்த இதுவுமே எடுக்காது. கவர்மெண்ட்டும் சரி நிர்வாகமும் சரி ஆணையை கொல்லக்கூடாதுன்னு ஆர்டர் പോട്ടാണ്. ഈ വീട്ടിലാണ് ഏറ്റവും അവസാനം വന്നത്. ഇതിന് മുന്നേ ഈ കാണുന്ന വീടുകളിലൊക്കെ ഈ ആന കയറി കേട്ടോ. നമുക്ക് ഓരോരുത്തരായിട്ട് ഓരോ വീടുകളായിട്ട് ചോദിക്കാം. എൻ്റെ വീട്ടിലും കയറി, ഇത് വീട്ടിൽ ലേസം കയറിയിട്ട് പോയി തട്ടിട്ട് പാല് തുറന്നല്ലേ? ഈ വീട്ടിലും കയറി ഇതിൽ കുത്തിയിട്ട് പോയി. വാതിൽ കുത്തി തുറന്നോളൂ. திறக்கணும்னா நாங்க அந்த பக்கம் போயிட்டோம். அவங்களுக்கு தட்டனால இங்க வந்துட்டோம். ஆனா அந்த மாதிரி தான் வந்துச்சு. பின்னாடி வந்து ബാഗ് സൗകര്യം വാങ്ങിയ കയറാൻ പറ്റില്ല. കയറാൻ പറ്റില്ല. അവിടെ പോയി നിന്ന് 2 ആളും. ഈ അമ്മേനെ അതിനെ പൊക്കിയെടുത്തത് എവിടുന്ന്? ഈ വീട്ടിൽ നിന്ന് ഗ്യാപ്പില് ബാക്കിൽ സ്ഥലമല്ല. അപ്പൊ പൊക്കി എടുത്തു അവരുടെ വീട്ടിലെ സൈഡിൽ വെച്ചു. 2 ആൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ ആന വരികയല്ലാത്തോണ്ട് അവിടെ പിന്നെ ബാക്ക് കൂടി വരും, ഇവിടെ ബാക്ക് കൂടി വരും. അങ്ങനല്ലേ? അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ വരുന്നത് ആണല്ലേ? ഇവിടെയും കയറി കേട്ടോ. ഇവിടെ എന്തേ ഈ ഒരു പ്രായമുള്ള അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഈ വാതിലും തുറന്നു. അതിന് മുന്നേ ഇപ്പുറം വന്നല്ലേ? ഈ വീട്ടിലും പിടിച്ചിട്ടുണ്ട്. ഈ വീടും തുറന്നു. ഇതാ നമുക്കിവിടെ പൊളിഞ്ഞു കിടക്കുന്ന കാണാം കേട്ടോ. ഇവിടെ ഇതുക്കുള്ള ആളിരിക്ക ഇപ്പോൾ ഇല്ല, നാട്ടിൽ പോയിട്ടുണ്ട്. ഇതില് ഏதாவது നാശം പണിയോ? ഇല്ല, ഡോർ മാത്രം അടിച്ചിട്ട് പോയി. പാല് കുത്തി പൊളിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീട്ടിലാ ഇതൊക്കെ നാശം. വീടാ ഇതൊക്കെ എടുത്തോ. ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഉള്ളിലുള്ള തുണിയൊക്കെ എടുത്ത് നാശാക്കി. ഇവിടുത്തെ ജനലാട്ടെ കാണുന്നത്, ജനലൊക്കെ പൊട്ടി ഇതൊക്കെ ടാൻഡിൽ എടുത്ത് കൊടുത്തു. இதெல்லாம் ஃபுல்லா க்ளோஸ் ஆயிடுச்சு. இந்த திட்டு மட்டும் இல்லைங்கன்னா வீட்டுக்குள்ளதான் வந்திருக்கும். இந்த டோரும் கழட்டி அந்த டோரும் கழட்டி அந்த டிவி எல்லாம் ஃபுல்லா கீழே கட்டில் அப்படியே தூக்கி നമുക്ക് കാണാം. ഇത് ജനല് പൊട്ടിച്ച് ഈ കാണുന്ന ജനലാട്ടമോ இங்க உள்ள துணியெல்லாம் எடுத்து இங்க கிடக்கு. காலையில நாங்க பாக்கோம். തുണിയൊക്കെ പുറത്തിട്ടല്ലേ? പുറത്തിട്ട് എല്ലാ തുണിയും പുറത്ത് വലിച്ച് ചാടിച്ച് എന്നിട്ട് ഈ വാതിൽ இங்க பாருங்க, எல்லாம் டேண்டில நிர்வாகம் தான் எங்களுக்கு எல்லாம் பண்ணி கொடுக்குது. அவங்க ஃபாரஸ்ட் டிபார்ட்மெண்ட்ல இருந்து ஒரு உதவியுமே எங்களுக்கு பண்ணல. ഇതല്ലേ? இதெல்லாம் டிபார்ட்மெண்ட் எங்களுக்கு ആന കുത്തി തുറന്നാട്ടോ. അതിനുശേഷം வேலை முடியல பாருங்க. ഇവിടെ കേറിയിട്ട് ഇതാ ഈ വാതിലും പിടിച്ച് ഇழுத்து இந்த டோர் எல்லாம் தனியாக்கி പൊളിച്ചതാ. ഈ വീടിന്റെ ഇവിടെയൊക്കെ ഇതിന്റെ അകത്ത് കയറിട്ടോ. അപ്പൊ ഈ ഒരു ഹൈറ്റ് ഈ ആനയ്ക്ക് വയറ് പിടിച്ചെടുക്കുമ്പോ ഈ ടി വി ഒക്കെ നാശമായി. വയറ് വലിച്ചപ്പോ ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞു. സെറ്റപ്പ് ബോക്സ് എല്ലാം തൂക്കി ഇവിടെ കളിച്ചിട്ട് ടി വി കടയിലുണ്ട്. കടല്ലേ? TV ഇവിടെ ഇരുന്ന TV ഒക്കെ പൊട്ടിയിട്ടോ. എന്നിട്ട് അന്ന ടൈം നീങ്ങി കേൾക്കാം. நாங்க பின்னாடி போயிருது. പേടിച്ചിട്ട് ഇവര് അതിനുശേഷം അങ്ങോട്ട് പോയാ? ഉള്ളിൽ വന്നോ? உள்ளட போய் இந்த டோர் அடைச்சிட்டு அங்கிட்டு போயிடுது. അല്ല, ആന ഇങ്ങോട്ട് വന്നോ? ஆனா வந்து ഇവിടെ வந்து இழுத்துங்க பாருங்க. அந்த அச்சு கூட என்ன போகல, எல்லாம் குத்தி தனியா கட்டி ഇവിടെ വെച്ചിருச்சு. കുത്തിയ പാടൊക്കെ നമുക്ക് കാണാം കേട്ടോ. இங்க வரைக்கும் வந்து உள்ள தனியா கழட்டி അവര് നേരെയാക്കി തന്നല്ലേ? இப்ப நிர்வாகம் தான் இதுல சாமி എടുത്ത് പൊടിച്ചു.
சாயங்காலம் அந்த தண்ணி எல்லாம் எடுத்து குடிச்சு அந்த எண்ணெய் எல்லாம் தூக்கி வெளியே வீசிடுச்சு. എണ്ണയൊക്കെ എടുത്തല്ലേ? കുറച്ച് തുണികൾ സാധനമൊക്കെ എടുത്ത് ஒருத்தர் எல்லாம் பெருத்தா கிடந்துச்சுங்க. நாங்க பயம். ടിവിയാ ആ 26,000 രൂപയുടെ ടി വി ആയിരുന്നു, അത് നശിപ്പിച്ച് കളഞ്ഞല്ലേ? ഇതാട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ ഭയങ്കര ഭീകരം കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതേപോലെ അപ്പുറത്തും കയറി കേട്ടോ. അപ്പം അതിന് മുന്നേ ആദ്യം വന്നത് ഈ വീടിൻ്റെ അടുത്താട്ടോ. ഇതാ ഇവിടെയും ഇതേപോലെ ആദ്യം അടിച്ചത്. ഇവിടെ ഇതേപോലെ. അടച്ചു വെച്ചു. ഇവിടെ എന്തെങ്കിലും നശിപ്പിച്ചോ? ഇവിടെ ഒന്നുമില്ല, ഈ ഡോർ മാത്രം. ഡോർ മാത്രമല്ലേ കുത്തിയിട്ടുണ്ട്. ഇതാ കുമ്പിൾ ഡോർ കുത്തിയില്ല, കുത്തി തുറന്ന് ഇതാണ് ഡോർ. ആന കുത്തിയ പാടാട്ടെ കാണുന്നത്. ഇതിവിടെ ഡോർ നശിപ്പിച്ചു, പക്ഷെ ഉള്ളിലോട്ട് കയറിയില്ല. ഈ ഒരു വീട്ടിലാണ് ശരിക്കും ഉള്ളിൽ കയറി. അപ്പുറം ടി എഫ് വന്നിട്ടാ ആ ടി വി ഒക്കെ എടുത്ത് വെച്ചത് താഴെ കിടന്നിട്ട്, കട്ടിലിന് മുകളിൽ കിടന്നിട്ട്. ഇല്ല, കട്ടിലിന് മുകളിലത്തെ കിടച്ചു. അപ്പോൾ ആ കട്ടിലിന് മുകളിൽ കിടത്തുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയി, അതൊന്നും വർക്കാവില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അപ്ലിക്കേഷനിലൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ 2 ദിവസം പോകാൻ പറ്റില്ല, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ? ഇന്നത്തെ നാളെ തന്നെ പോകണം. അപ്പോൾ ടി വി കൊണ്ട് ശരിയാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ടിവിക്ക് അവർ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞേ? ഇല്ല, തരാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല ഞങ്ങൾ. നാളെ കൊണ്ടു കൊടുക്കാണ്. ഇപ്പം ഈ വീടൊക്കെ റെഡി ആയിട്ടില്ല, പോകണോ? അതെ അതെ അതെ. വീടിന് എന്തെങ്കിലും അവർ തരുമോ? എന്താ അറിയില്ല. ആണല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട്, ரொம்ப പ്രശ്നമാണ്. ഇവിടെ ഒരു കഷ്ടമാണ്. ഈ യാണെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, മറ്റേ യാണ വരും എല്ലാവരും. ഇത്ര സംഭവം പ്രശ്നം ഉണ്ടാക്കുന്നില്ല. 50 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു, 50 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുവരെക്കും ഇങ്ങനെ നടന്നിട്ടില്ല. 50 കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കും. ആദ്യം ഇതാട്ടോ ഇവിടെ ആളുകൾ പറയുന്നത്, മിക്ക ആളുകൾ തന്നെ പറയുന്നത് 50 വർഷമായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആനകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അത് യാണ വീട്ടിലുള്ള സാധനമൊക്കെ തിന്നാവന്നാ പറഞ്ഞത്. ഈ മറ ചപ്പ് എന്തും തിന്നില്ല. വീട്ടിലുള്ള സാധനങ്ങൾ, വീട്ടിലുള്ള ആളുകൾ അടിക്കണോ, ഇത് എന്താ വിചാരിക്കാൻ പറ്റില്ല. അതെ അതെ അതെ. ഇതൊക്കെ വലിയ തലയല്ലേ, പാവല്ലേ, ഒറ്റയ്ക്കേ ഉള്ളൂ. എവിടെ? എൻ്റെ വീട്ടിൽ ഈ അമ്മയൊക്കെ ഒറ്റയ്ക്കാട്ടോ താമസിക്കുന്നത്. ഈ വീട്ടിലേക്കാണ് ആന കയറി വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് ഇതിന് ഉത്തരവാദിത്തം പറയും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എസ്റ്റേറ്റിൽ പണിയെടുത്ത് കൊടുത്തത് അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒന്നും ഒരു ഇതും ചെയ്തിട്ടില്ല. എസ്റ്റേറ്റിൽ പറഞ്ഞിട്ട് മാനേജറോ റേഞ്ചറോ ഫോറസ്റ്റ് അവരോ വന്നിട്ട് ഇത് ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ ജനലും പൊട്ടിച്ചാ? ഇല്ല ഇല്ല ഇല്ല, അത് പൊടിച്ചിട്ടില്ല, അത് പൊടിച്ചിട്ടില്ല. ഇത് മാത്രം, ഈ ജനല് മൊത്തം അല്ലേ? ഈ സ്റ്റീൽ ഇട്ടേക്കുന്ന കംപ്ലീറ്റ് ജനലും പൊട്ടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ളു കയറി പോയി. ആണല്ലേ? ഇത് ഏത് സൈഡിൽ നിന്നാ? ഇന്റെ സൈഡിൽ നിന്ന് വന്നേ? അതേ താഴെന്ന് വന്നത്. എവിടെ നിന്ന് വന്നത്? 2 ദിവസം മുന്നേ ചേരംകോടല്ലായിരുന്നു? ചേരംകൊണ്ടായിരുന്നു. ഇതിങ്ങനെ നടക്കാല്ലേ? നടക്കാതെ ഒരു സ്ഥലത്തിൽ നിൽക്കൂല. അവർ 150 പാർസക്കാർ നിന്നിട്ട് അവർ കണ്ട് കട്ടിച്ചാ പോകുന്നത്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉണ്ടല്ലേ? അവിടെ എടുത്തത് അല്ലേ? ടാപ്പിൽ ഉണ്ടായിരുന്നു. വൈകുന്നേരം വന്നു 5 മണി അല്ലേ? വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇവിടെ വരും. ഈ പ്രദേശത്തുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഇല്ല, അത് ചെട്ടിയാന്റെ കാട, പട്ടഭൂമിയാണ്. എല്ലാം പട്ടഭൂമിയാണ്. പട്ടഭൂമിയാണ്. അതൊക്കെ ഒരു 4800 ഏക്കർ ചെട്ടിയാന്റെ കാട. 4200 ഇതെല്ലാം ടാൻഡി എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന്റെ സ്ഥലങ്ങളാട്ടോ. ഇതൊന്നും ഫോറസ്റ്റ് അല്ല. അവരിപ്പോൾ ഇത് ചെയ്യാണ്ട് കിടന്ന് കാടായി പോയതാണ്. അതാ പറയുന്നത്, ഈ പ്രദേശത്തൊന്നും കാടില്ല, പക്ഷെ ഇപ്പോൾ ഇത്രയും ആനകളുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്. അതുക്കപ്പുறம் இந்த ആന എങ്ക പോയിട്ട് അത് അപ്പുറത്ത് പോയിട്ട് അവിടെ ഉണ്ട് രാവിലെ வந்து அவர் ஃபாரஸ்ட் டிஎஃப்ஓ பார்த்தது கூட பார்த்துட்டு வண்டி கேமரா எடுத்துட்டு போய் അല്ലേ? ഇപ്പോൾ ഇലേസന്റെ താളുണ്ടായിരുന്നു ഇന്നലെ. ഇവരെല്ലാവരും എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് കേട്ടോ. ഇതിൽ പലരും പെർമനൻ്റ് ആയിട്ടുള്ള ജോലിക്കാരാണ്, പെർമനൻ്റ് അല്ലാത്തവരും ഉണ്ട്. ഏതായാലും ഇവരുടെ ക്വാർട്ടേഴ്സാണ്. അതല്ല, റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. റിട്ടയർ ആയിട്ടുണ്ട്. ഇവരൊക്കെ റിട്ടയർ ആയി. ഈ അമ്മയൊക്കെ ഇവിടെ നിന്ന് ഈ എസ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ റിട്ടയർ ആയ ആളാട്ടോ.
ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര വർഷം ആയിട്ടുണ്ടാവും ഇവരൊക്കെ ഇവിടെ താമസിക്കാൻ? 60 കൊല്ലം മേളിലുമായി. 60 വർഷത്തിന് മേലെ അല്ലേ? 60 വർഷത്തിൻ്റെ മേലെ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. 60 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? இதுக்கு முன்னாடி இந்த மாதிரி அந்த மாதிரிலாம் நடக்கவே இல்லைங்களே. இந்த பையன் தான் அந்த மாதிரி இருக்கு. இங்கே நிறைய ஆனை இருக்குல்ல? ஆனை இருக்கு. ஆனை இருந்தாலும் ஒன்றும் செய்யாது, அது பாட்டுல வந்துட்டு போயிடும். இந்த மாதிரி எல்லாம் பிரச்சனை இல்லை. இந்த பையன் தான் அந்த மாதிரி வீடுக்குள்ள ஏறதுக்கு எல்லாம் நம்ம அச்சம் வந்து இருக்கிறதுக்கு நைட்டு சாப்பிட்டு அரிசி வச்சிருக்கீங்களா? அரிசி അരി இருந்தா തന്നെ കഞ്ചി കുടിക്കാം. എങ്ങനെ ഡെയിലി 1 കിലോ മേടിക്കാൻ പറ്റും? அவங்க வனத்துறையில എന്നും അരി മേടിക്കാൻ പറ്റുമല്ലേ? ഒന്നാമത് ഇവിടുന്ന് പുറത്ത് അരിசி മേടിക്കണമെന്നാ ഇங்க ரொம்ப தூரம் இருக்குல்ல? 4-5 கிலோ 5 கிலோமீட்டர். வீட்டுக்குள்ள வந்து பாருங்க, அரிசி இந்த பக்கத்துல எல்லாம் நாங்க வைக்கிறது இல்ல. 4 இங்க இருந்து 1 கிலோமீட்டர். அப்ப டிபார்ட்மெண்ட்ல இருந்து வந்துட்டு அரிசி வச்சிருந்தீங்களா? அன்னைக்கு நைட்டு 12 மணிக்கு என்கிட்ட வந்து கேக்குறாங்க அரிசி வச்சிருந்தீங்களான்னு. அப்ப சாப்பாட்டுக்கு இருந்தா தானே நம்ம சாப்பிட முடியும். அப்ப ரேஷன்ல குடுக்குறாங்க, கடையில வாங்குற அரிசியை கொண்டு கீழே கொட்டிட முடியும். உள்ள அரிசி வச்சனால தான் யானை வந்துச்சான்னு கேக்குறாங்க. அப்ப என்ன சொல்ல முடியும்? ഉള്ളിൽ എന്തിനാ അരി വെച്ചാന്ന് കുറച്ച് അരി വെക്കണം. ഈ ആന സംഭവത്തെ കണ്ടിട്ട് ஒரு ரோடு இல்ல. അരി പിന്നെ വീടിന്റെ ഉള്ളിലല്ല, പിന്നെ എവിടെ വെക്കും? എങ്ങനെ വെക്കും? വീട് കൊള്ളാൻ മറ്റുള്ളവർ പോയിട്ട് അരി മേടിച്ചിട്ട് വണ്ടി കിട്ടിയിട്ടെങ്കിലും ബസ് കിട്ടിയിട്ടെങ്കിലും ഒരു ആട്ടോ എന്തെങ്കിലും വണ്ടി വിളിച്ചാൽ അവിടെ വരില്ല. ഇവിടുന്ന് ഓട്ടം ഞാൻ തന്നെ അത്ര കഷ്ടപ്പെട്ട ഇവിടെ വരെ വന്നറിയാം. ரோடൊക്കെ മോശം. எங்களுக்கெல்லாம் நிம்மதி பேசாத எங்களுக்கு வந்து ஒரு 20 லட்சம் ரூபா கொடுத்தா நாங்க இங்க எத்தனை வீடு இருக்கு? இங்க ஒரு 80 குடும்பம் இருக்கு. 80 வீடு தான். வந்து இப்படி பார்த்துட்டு கேட்டுட்டு போறாங்களா வனத்துறையில? எந்த உதவியும் இது வரைக்கும் எதுவுமே செய்யல. இந்த டிபார்ட்மெண்ட்ல எங்களை டாண்டியில உள்ள மக்களுக்கு டாண்டிக்காரவங்க தான் ലോൺ മേടിച്ച് വന്ന ആൾക്ക് ഒരു 3 ഏക്കർ സ്ഥലമും ഒരു വീടും കട്ടി കൊടുത്തിട്ടുണ്ട്. ഇലങ്ങയിൽ இருந்து வந்தவங்களுக்கு எங்களுக்கு இந்த எஸ்டேட்லயே வீடு எங்களுக்கு காலி பண்ணா நாங்க வந்து போயிட வேண்டியதான். எங்களுக்கு வந்து எங்களுக்கு ஒரு 20 லட்சம் ரூபாய் காசு கொடுத்தா நாங்க வெளியில போயிருவோம். அது ஒரு அப்படி സ്ഥലം തന്നെ പറഞ്ഞിട്ട് 20 കൊല്ലമായി അത് തന്നിട്ടില്ല. വീട് കട്ടിത്തരാന്ന് പറഞ്ഞിട്ടാണ് ഇലങ്ങയിൽ നിന്ന് കൂട്ടി വന്നത്. അത് വന്നിട്ട് അച്ഛനും അമ്മേനെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെ കേട്ടോ ഞങ്ങളിപ്പോ റിട്ടയർഡ് ആയ പുറത്ത് കാണുന്നു. ഞങ്ങൾക്ക് ഒരു സ്ഥലമല്ല, ഒരു വീടില്ല. റിട്ടയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകണം. இல்ல இருக்கிற வரைக்கும் ഇവിടെ இருக்கும். പിന്നെ കാരക്കുഴി അവിടെ ഒരു ചെറിയ വീട് ചെറിയ വീടാണ്. പിന്നെ പോയിട്ട് കുടുംബമേ ഇരിക്കാലോ. അത് എല്ലാം 5 പേർ പോണ 5 പേർ ഇരിക്കാലോ. 2 റൂം വെച്ചിട്ട് ഒരു പെര കട്ടി കൊടുക്കുന്നത്. അതില് പണിക്ക് പോയാൽ പണിക്ക് അവിടെ ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ എവിടെ പോവാണ്? അതായത് മരിക്കുന്നതിനും വരെ നിങ്ങൾ ജോലി ചെയ്യണം. அந்த காடெல்லாம் பட்டாண்டியில மூடி வந்ததானே അവിടെ കാട് വെട്ടാണ്ട് ഫോറസ്റ്റ് ആയതല്ലേ? ഞാനെ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ ഇരുന്ന് வாழ்ந்து ജീവിച്ചോന്ന് പറഞ്ഞു. ആനയെ പിടിക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയും ജീവിച്ചോന്ന് പറഞ്ഞു. ഓഹോ വിരട്ടി കാട്ടുകൊടുത്താ വിടണം. ആരാ പറഞ്ഞെങ്ങനെ? അത് വലിയ കഷ്ടം കേട്ടോ. ഇത് ആനയ്ക്ക് ജീവിക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഇത് വലിയൊരു പ്രശ്നം തന്നെ കേട്ടോ. ഇത് 40-60 കൊല്ലമായും നമ്മൾ എവിടെ പോയി ജീവിക്കാനാ ഇനി? அண்ணா 450 ரூபா சம்பளம், 26 நாள் வேலை செஞ்சு மாசத்துல 1 நாளைக்கு சம்பளத்தை வாங்கி அதை வச்சு தான் குடும்பம் ஓட்டணும். சொல்லுங்க, எப்படி பண்ண முடியும்? அதை வச்சு தான் சமாளிச்சு வரோம். படிக்க வைக்கணும். வேற ஒன்றும் வருமானம் இல்லை. அப்புறம் என்ன போராட்டம் பண்ணா காசை கொடுத்து கழிச்சு விட்டுறாங்க. சரி, இந்தாங்க ആരെങ്കിലും മരിച്ചാൽ പൈസ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. 10 ലക്ഷം രൂപ வந்து கூட கூட. അപ്പോൾ നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങളും കേട്ടു, അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ വീടൊക്കെ കുത്തി തുറന്ന് അകത്ത് കയറുകയാണ് ആന. വാതിൽ പൊടിക്കുക, നേരെ ഉള്ളിൽ കയറുക, പൂജാമുറിയിലെ സാധനങ്ങളെടുത്ത് നശിപ്പിക്കുക, എണ്ണയൊക്കെ എടുത്ത് കുടിക്കുക, TV നശിപ്പിക്കുക. 5 വീട് ഇവിടെ നശിപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ ഒരു മീഡിയ അറ്റൻഷനൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇവരുടെ ഒന്നും വാർത്ത വലിയ കാര്യമായിട്ടൊന്നും പുറത്തേക്ക് പോലും വരത്തില്ല എന്നാണ് അവരിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. മാത്രമല്ല ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ആനകൾ ജീവിക്കാനുള്ള സ്ഥലമാണെന്ന് ഇവരോട് പറഞ്ഞെന്ന്. അപ്പോൾ അതെന്താണ് ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ ഇവിടുന്ന് എന്താ പറയുക, നല്ല ഒരു എന്താ പറയുക പാക്കേജ് ഉണ്ടാക്കി ഇവർക്ക് നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോട്ടെ. അല്ലാതെ ഇവിടെ ഇട്ട് ഇങ്ങനെ ഈ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ടാൻഡി എന്ന് പേരുള്ള ഈ ഒരു എസ്റ്റേറ്റ്, തേയില എസ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആനകളെ വളർത്താനാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ അവർ വളർത്തുന്നത് നമുക്ക് കുഴപ്പമില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, നമുക്കൊന്നും പറയാൻ ഇല്ല. പക്ഷേ അങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ആളുകളെ ഇവിടുന്ന് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. കാരണം ഇങ്ങനെ
എന്താ പറയുക, ഇതുപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവർ പറയുക വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ഒന്നുമില്ല, 400 രൂപ കൂലിയിലാണ് ഇവർ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഒരു എന്താ പറയുക മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാട്ടോ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. ഇവർ ഈ ഒരു ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇത്ര ദൂരം ഇപ്പം എൻ്റെ ഈ പ്രദേശത്തുള്ള വഴിയൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി കിലോമീറ്റർ, ഒരു 3 കിലോമീറ്റർ എങ്കിലും ഇങ്ങനെ വളഞ്ഞ് ഒരു വെറും പൊട്ട വഴിക്കൂടെ, നിങ്ങൾ ഈ റോഡൊന്ന് നോക്കി നോക്കി, ഇതുപോലത്തെ വഴിക്കൂടെയൊക്കെയാണ് വന്നിട്ടാണ് ഈ ഒരു പ്രദേശത്തെത്തിയത്. ഒരു പ്രോപ്പറായിട്ടുള്ള റോഡ് പോലും ഇല്ല. ഉള്ള റോഡൊക്കെയാണെങ്കിൽ മൊത്തം പൊളിഞ്ഞ് രാത്രിക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ പോലും വരില്ല എന്ന് അവർ പറഞ്ഞു. ഇതുപോലെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ ഒരു ആളുകളുള്ളത്. നിങ്ങൾക്ക് അവർ തമിഴിൽ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഒന്നും ഞാനിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അവർ പറയുന്നത്, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒത്തിരി ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ടാണ് നമ്മുടെ ചാനലിൽ കൂടെ വരിക. ഇത് എന്താ പറയുക, മനുഷ്യർക്ക് സാധാരണപ്പെട്ട ആളുകളുടെ വിഷയങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടെ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ വന്യമൃഗ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒത്തിരി അധികം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനലിൽ അധികം അത് കാണിക്കുന്നു എന്ന് മാത്രം. നമ്മളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മനുഷ്യരുടെ പ്രശ്നങ്ങൾ, സാധാരണപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെല്ലാം വരും, എല്ലാ വിഷയങ്ങളും വരും. ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാനെ പിടിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.